എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണ് ഫിസ്റ്റ്ലൈൻ അനോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അസുഖത്തെ പറ്റി വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയേണ്ട ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം എന്താണ് ഫിസ്റ്റ്ലൈൻ അനോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലദ്വാര സംബന്ധമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഫിസ്റ്റ്ലൈൻ അനോ. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലദ്വാരത്തിനോട് ചേർന്ന് ഒരു കുരുകൂട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പരുകൂട്ട് ഉണ്ടാകുകയും ഇത് അതികഠിനമായ വേദന ചില ആൾക്കാരിൽ ഉണ്ടാകാം. ചിലപ്പോൾ വേദന അധികം ഉണ്ടാകാതെ തന്നെ ഇത് പൊട്ടി അതിൽ നിന്ന് പഴുപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ പഴുപ്പിനോടൊപ്പം രക്തം പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. ഫിസ്റ്റ്ല ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രൈമറി കോസ് എന്നും രണ്ടാമതായി സെക്കൻഡറി കോസ് എന്നും. പ്രൈമറി കോസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലദ്വാരത്തിനോട് ചേർന്നുള്ള ക്രിപ്റ്റോഗ്ലാൻഡ് എന്ന ഗ്രന്ഥിക്കുണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. സെക്കൻഡറി കോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പല അസുഖങ്ങളിൽ നിന്നും ഫിസ്റ്റ്ല ഉണ്ടാകുന്ന അവസ്ഥ, അതായത് ക്യാൻസർ ഉള്ള രോഗികൾ, അതല്ലാന്നുണ്ടെങ്കിൽ ട്യൂബർക്കുലോസിസ്, അങ്ങനെയുള്ള രോഗാവസ്ഥയുള്ള ആൾക്കാരിൽ ഫിസ്റ്റ്ല ഉണ്ടാകുന്ന അവസ്ഥയാണ് സെക്കൻഡറി കോസ്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഷർ ഉണ്ടാകുന്ന രോഗികൾ കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കാത്തത് മൂലം ഈ ഫിഷർ ബെഡ്, അതായത് ആ മുറിവുള്ള ഭാഗം ഇൻഫെക്ഷൻ ആയിട്ട് ഫിസ്റ്റ്ലയിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ആ പഴുപ്പ് വരുന്ന ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പൊ ഈ ഓപ്പണിംഗ് മലദ്വാരത്തിനകത്തേക്ക് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് മലദ്വാരത്തിനകത്തും ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പൊ ഈ ഓപ്പണിങ്ങുകൾ തമ്മിലുള്ള കണക്ഷൻ പറയുന്ന പേരാണ് ഫിസ്റ്റ്ലസ് ട്രാക്ക്. ഏകദേശം ഒരു കുഴൽ രൂപത്തിലാണ് ഇത് കണക്റ്റഡ് ആയി കിടക്കുന്നത്. പല രോഗികളും ഇത് പല ലെങ്തിലും അതേപോലെ പല ഭാഗത്തായിട്ടുമാണ് മലദ്വാരത്തിൽ ഓപ്പൺ ആകുന്നത്. ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ട്രാക്ക് എന്ന് പറയും, മൾട്ടിപ്പിൾ ഫിസ്റ്റ്ല, അതായത് ഒന്നിൽ കൂടുതൽ ട്രാക്ക് ഉണ്ടാകുന്ന അവസ്ഥയും കാണാറുണ്ട്. ഫിസ്റ്റ്ലയിൽ പല വിധത്തിലുള്ള ക്ലാസിഫിക്കേഷനുകൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ആനൽ ഫിസ്റ്റ്ല, അതല്ലാന്നുണ്ടെങ്കിൽ ലോ ആനൽ ഫിസ്റ്റ്ല, അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. കൂടുതൽ മസിൽ ഇൻവോൾവ്മെന്റ് ഉള്ള ഫിസ്റ്റ്ലകളെ നമുക്ക് ഹൈ ആനൽ കാറ്റഗറിയിലും, അതേപോലെ മസിൽ ഇൻവോൾവ്മെന്റ് അധികം ഉൾപ്പെടാത്ത ഫിസ്റ്റ്ലസ് ട്രാക്കുകൾ നമുക്ക് ലോ ആനൽ ഫിസ്റ്റ്ലയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ശരിക്കും ഹൈ ആനൽ ഫിസ്റ്റ്ല സാധാരണഗതിയിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ നമുക്ക് ആയുർവേദത്തിൽ ക്ഷാരസൂത്ര ട്രീറ്റ്മെന്റിലൂടെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ ലോ ആനൽ ഫിസ്റ്റ്ലയും നമുക്ക് എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫിസ്റ്റ്ലയ്ക്ക് കൂടുതൽ ക്ഷാരസൂത്ര ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അവിടെ പ്രിഫർ ചെയ്യാറുള്ളത്. എന്തെന്നാൽ കോംപ്ലിക്കേഷൻ ഉള്ള ചാൻസും അതേപോലെ റീകറൻസ് ചാൻസും ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതേപോലെ മെഡിസിൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ പൊതുവെ നമുക്ക് മെഡിസിനിൽ ഫിസ്റ്റ്ലയ്ക്ക് റിസൾട്ട് കിട്ടാറില്ല. അതുകൊണ്ട് കൂടുതലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ക്ഷാരസൂത്ര ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ട്രീറ്റ്മെന്റ് ദൈർഘ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസ്റ്റ്ലയുടെ കാര്യത്തിൽ പല രോഗികളിലും പല ടൈമാണ് നമുക്ക് എടുക്കാറുള്ളത്. എന്തെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോ ആനൽ ഫിസ്റ്റ്ല ആയിരിക്കാം ചില രോഗികളിൽ ഹൈ ആനൽ ഫിസ്റ്റ്ല ആയിരിക്കാം. അപ്പൊ ഇവരിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ട്രാക്കിന്റെ ലെങ്തുകളായിരിക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് ദൈർഘ്യം എടുക്കുന്നുണ്ടാകുക. അപ്പോൾ കൂടുതൽ സംശയമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സംശയങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.